ആലുവയിലെ മെട്രോ സ്റ്റാൻഡ് ഓട്ടോ തൊഴിലാളികൾ മുഴുപട്ടിണിയിലേക്ക്. ആലുവ മെട്രോ സ്റ്റേഷൻ പരിസരത്ത് വർഷങ്ങളായി ഓട്ടോ ഓടിക്കുന്ന ഓട്ടോ തൊഴിലാളികളാണ് ഇന്ന് മുഴുപട്ടിണിയിലേക്കായിരിക്കുന്നത്. ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വാടകയ്ക്കും ലോണെടുത്തും ഓട്ടോകളുമായി ആലുവ മെട്രോ സ്റ്റേഷന്റെ മുൻപിൽ വർഷങ്ങളായി ഇവർ ഓട്ടോ ഓടിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനിടയിൽ 1-2 തൊഴിലാളികൾ ഉണ്ടാക്കിയ ചില പ്രശ്നങ്ങളുടെ പേരിൽ ഈ ഓട്ടോ തൊഴിലാളികളെ അവിടെ ഓട്ടമോടാൻ ഉദ്യോഗസ്ഥർ അനുവദിക്കുന്നില്ല. ഞങ്ങള് മെട്രോ സംബന്ധമായിട്ട് പോകുന്ന ഓട്ടോറിക്ഷക്കാരാണ്. ഞങ്ങൾക്കൊരു വിഷയം 2 മാസം മുമ്പ് ഉണ്ടായിരുന്നു. ആ വിഷയവുമായിട്ട് ഞങ്ങൾക്കിപ്പോൾ ഓടാൻ നിർവാഹമില്ലാത്ത ഒരു അവസ്ഥയിലാണ്. കുടുംബം ഒരു 10-90 കുടുംബങ്ങൾ പട്ടിണിയിലാണ്. ഞങ്ങൾക്ക് ഏക മാർഗം ഈ ഓട്ടോറിക്ഷ ഓടിക്കുക എന്നുള്ളതാണ്. ഈ ഓട്ടോറിക്ഷയുമായിട്ട് രാവിലെ വന്ന് ഇവിടെ കിടക്കുകയും വൈകിട്ട് തിരിച്ചു കൊണ്ടുപോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. 1-2 മാസമായിട്ട് ഇത് തന്നെയാണ് ഇപ്പോൾ അവസ്ഥ. ഇന്ന് ശരിയാകും നാളെ ശരിയാകും എന്ന് പറയുന്നതല്ലാതെ ഇതുവരെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ഒത്തിരി പേര് ലോണെടുത്തും വീടിന്റെ വായ്പ അത് വാടകയ്ക്ക് കിടക്കുന്നവരുണ്ട്. പിള്ളേർക്ക് സുഖമില്ലാത്ത ആളുകളുണ്ട്. അപ്പൊ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇപ്പൊ അനുഭവിക്കുന്നുണ്ട്. 10 രൂപക്ക് നിർവാഹമില്ലാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് നാട്ടുകാരോടും 1-2 വ്യക്തികൾ ചെയ്ത തെറ്റിന് ബാക്കി 100ഓളം കുടുംബം പട്ടിണിയിലാണ്. ആ 1-2 വ്യക്തികൾ ചെയ്ത തെറ്റ് കൊണ്ട് ഞങ്ങളെല്ലാവരും അനുഭവിക്കുകയാണ്. ഇപ്പൊ 2 മാസത്തോളമായി. ഇനിയും ഞങ്ങളെ ക്രൂശിക്കരുത്. ഇനി ഞങ്ങളുടെ ഭാഗത്ത് എന്ത് തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്ഷമാപണം സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളെ വേദനിപ്പിക്കാതെ, ഞങ്ങളെ ഉപദ്രവിക്കാതെ, പോലീസായാലും അതുപോലെ തന്നെ നാട്ടുകാരാണെങ്കിലും ഞങ്ങളെ ഉപദ്രവിക്കാതെ ഇനിയും ഞങ്ങളോട് സഹകരിച്ച് നല്ല രീതിയിൽ ഈ സ്റ്റാൻഡ് കൊണ്ടുപോകാൻ നിങ്ങൾ സഹകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഒരിക്കൽ കൂടി നാട്ടുകാരോട് മാപ്പ് പറയുന്നു. ഞങ്ങൾ ചെയ്ത തെറ്റിന് എല്ലാവരോടും ഒരിക്കൽ കൂടി കൈകൂപ്പി മാപ്പ് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കുക. ഞങ്ങൾ മുഴു പട്ടിണിയാണ്. വാടകയ്ക്കാണ് താമസിക്കുന്നത്. വണ്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ CC അടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് 1.5 മാസമായിട്ട്. അപ്പോൾ വീടിന്റെ വാടകയും കൊടുത്തിട്ടില്ല. അപ്പം എല്ലാതും കഷ്ടപ്പാടിലാണ്. പിന്നെ പിള്ളേരെ പഠിത്തം കാര്യങ്ങൾ, പിന്നെ വീട്ടിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സാധനം പോലും ഇല്ല. എന്താ ചെയ്യേണ്ടതെന്ന് പോലും ഒന്നും അറിയാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും കൂടിയിട്ടൊന്ന് ഞങ്ങളോടും സഹകരിക്കണം. 100 കുടുംബമാണ് ഇതേപോലെ തന്നെ പോലെ 100 കുടുംബം ഇതേപോലെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇതേവർക്കും ഒന്നും ഓടാൻ പറ്റാത്ത അവസ്ഥയിലാണ് കിടക്കുന്നത്. നിങ്ങളൊന്ന് സഹകരിക്കുക, എല്ലാവരും കൂടി ഒന്ന് സഹകരിച്ച് ഞങ്ങളൊന്ന് ഓടാനുള്ള അനുവാദം നിങ്ങളെല്ലാവരും കൂടി എനിക്ക് തരണം എന്ന് അപേക്ഷിക്കുന്നു. എന്നാൽ പുറത്തുനിന്നും യൂബർ പോലുള്ള മറ്റു വാഹനങ്ങൾ അവിടെ നിർത്തി ആളെ കയറ്റി കൊണ്ടുപോവുകയും നിലവിലുള്ള സ്റ്റാൻഡിൽ നിന്നും വാഹനവുമായി ചെന്നാൽ മൊബൈലിൽ ഫോട്ടോ എടുത്ത് പെറ്റിയടിക്കുന്നതാണ് ഇവിടുത്തെ പതിവ്. ഈ സ്ഥിതി തുടർന്നാൽ ആത്മഹത്യയല്ലാതെ മറ്റു മാർഗങ്ങളില്ലെന്ന് ഓട്ടോ ഡ്രൈവർമാർ പറഞ്ഞു.